ഹൈറിച്ചിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഗൂഢനീക്കം. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഗ്രൂപ്പ് അംഗത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. അംഗങ്ങളിൽ നിന്ന് പിരിച്ച 5 കോടി രൂപ സർക്കാർ അഭിഭാഷകന് കൈമാറിയെന്നും ശബ്ദരേഖയിൽ പറയുന്നു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, കേരളം ഞെട്ടിയ തട്ടിപ്പാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതെന്നാണ് പറയുന്നത്? ഈ ഹൈറിച്ചിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ നീക്കം നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതായത് കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അത് ഇതിന്റെ പ്രെഡിക്കേറ്റ് ഒഫൻസ് ആണ്. ഇ ഡി അന്വേഷിക്കുന്ന കേസിന്റെ പ്രെഡിക്കേറ്റ് ഒഫൻസ് ആണ് കേരള പോലീസ് അന്വേഷിക്കുന്ന കേസ്. ആ കേസിൽ കോടതിയിൽ അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകുമ്പോൾ ആ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇത് വ്യക്തമാക്കുന്ന ഗ്രൂപ്പ് അംഗത്തിന്റെ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അംഗങ്ങളിൽ നിന്നും പിരിച്ച 5 കോടി രൂപ സർക്കാർ അഭിഭാഷകന് കൈമാറിയെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. കമ്പനിക്കെതിരെ പരാതിയില്ലെന്നും കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഫോമുകൾ നിക്ഷേപകരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. കോടതിയിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകും എന്ന് വിശ്വസിപ്പിച്ചാണ് ഈ ഒപ്പിട്ട് വാങ്ങൽ നടക്കുന്നതും. കേസിൽ ഈ ഇ ഡി അന്വേഷണം ഇപ്പോൾ തുടരുന്നുണ്ട്. അതിനെ ചെറുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ തട്ടിപ്പ് സംഘത്തിന്. കാരണം പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതായാൽ ഇ ഡി അന്വേഷണവും അതോടെ നിലയ്ക്കും. ശരി, ഇ ഡി അന്വേഷണത്തോടൊപ്പം പ്രെഡിക്കേറ്റീവ് ഒഫൻസിൽ പോലീസ് അന്വേഷണവും തുടരുന്നതിനിടെയാണ് കേസ് അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ ശ്രമമെന്ന വാർത്ത വരുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.